ഓഫ് റോഡിന് അത്യാവശ്യം കയറി വന്നിട്ടില്ലേ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റോഡ് ഏതാ വഴി ഏതാ നോക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ചെറിയൊരു പളിച്ച പറ്റി. അതാ റോഡ് ചെറുതായിട്ടൊന്ന് പാളി. ഇങ്ങനെ കയറി വന്ന് ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അടിപൊളി മലട്ടില്ലേ, ഫുള്ള് മല. അതിൻ്റെ ഇടയിൽ കൂടി റോഡ് കുറച്ച് റഫ് റോഡാണ്. അപ്പോൾ കല്ലൊക്കെ അത്യാവശ്യം ഷാർപ്പുണ്ട്. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ പോയിങ്ങാണ്ട് ഇങ്ങനെ തെളിഞ്ഞ കുറച്ച് വഴികളുണ്ട്. അപ്പോൾ ആ വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറിയും കൊണ്ടിരിക്കട്ടില്ല, മേലക്ക് ഇങ്ങനെ കയറിയും കൊണ്ടിരിക്കുകയാണ്. ഓ പ്രശ്നം എന്താ പറ്റി വെച്ചാൽ ഇന്നലത്തെ അതേപോലെ തന്നെ പോകുന്നതിന് ശേഷം ഫുഡ് കിട്ടിയില്ല. വരുന്ന പോയി ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. പിന്നെ വന്ന് പെട്ട സ്ഥലം ഈ ഒരു സ്ഥലം. ഒന്നും തരും ധൈര്യം എന്താ വെച്ചാൽ നമ്മൾ പോരുന്ന സമയത്ത് ആ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് അത് നല്ലൊരു കിട്ടലായി. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. ഓ ഏതാ ഏരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി വണ്ടി കയറട്ടെ, കുറച്ച് നടന്ന് കുഴങ്ങി റോഡ് നോക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് നല്ല താഴ്ചയുള്ള ഏരിയട്ടില്ലേ. അതിൻ്റെ അടിയിലൂടെ ഈ റോഡ് പോണത്. നമ്മൾ പോകുന്നേ വഴി പാളിയതുകൊണ്ടേ ഒരു ഏരിയ കിട്ടുന്നില്ല ഇട്ടില്ല, എങ്ങോട്ടാ തിരിയേണ്ടതെന്നില്ല. കാരണം അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ അടിച്ചുകളിലെ വഴിയുണ്ട്. അപ്പോൾ അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം വണ്ടി പോകുന്ന ഭാഗം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചോ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ വാട്ടർ ക്രോസ് ഉണ്ട് തോന്നുന്നുണ്ടില്ലേ. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളമുള്ള ടൈമിൽ പോകാനുള്ള ഏരിയ ഒരു തോട് പോലെയൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഇപ്പം അപ്പുറത്തല്ല, ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വെള്ളം പോണ ചാല് കാണുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കാൻ പറ്റുമോ. ഒന്നുകൂടി ഫ്രണ്ടിക്ക് പോവാ, കുറച്ചുകൂടി മെല്ലെ 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 സ്ലോ. സത്യം പറഞ്ഞാൽ പെട്ടു എന്ന് പറഞ്ഞാൽ അമ്മാരിപ്പെടല്ല പെട്ടത്. വണ്ടി ഇതാ ലൊക്കേഷൻ നോക്കി വന്ന് നിൽക്കുന്ന ലൊക്കേഷൻ ഇപ്പോൾ ഇതാണ്. നമുക്ക് ആ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയൊന്ന് ചെറുതായിട്ട് പാടിയതാണ്, പിന്നെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിലെല്ലാം ഈ തോട് പോലത്തെ സ്ഥലം, വെള്ളം വാട്ടർ ക്രോസിങ്ങിൻ്റെ ഏരിയയാണ്. പക്ഷേ അവിടെ നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വലിയ അടിച്ചും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ റോഡ് കാണാത്ത മീൻസ് വണ്ടി പോകാത്ത ഏരിയയിലൂടെ നമ്മളിങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളി ഷാർപ്പ് കല്ലാണ്. അപ്പോൾ കല്ല് ടയറിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എണ്ണ അടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ പോരുന്ന വഴിയിൽ കുറേ ട്രൈ ചെയ്താണ്, എണ്ണ കിട്ടിയില്ല. അപ്പോൾ എണ്ണ അതിൽ കുറവാണ്, ഫുഡും കഴിച്ചിട്ടില്ല, മൊത്തം സീൻ കോൺട്രയാണ്. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള പ്ലാനിലാണ്. ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വന്ന വഴി തന്നെ പോകാനുള്ള പ്ലാനാണ്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് സമാധാനമടയാം. അങ്ങനെ അവസാനം നമ്മുടെ തിരിച്ച് റൂമൊക്കെ തിരിക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് നമുക്ക് അടിച്ചോപ്പോഴത്തേക്കില്ല ആ ഒരു റൂട്ട് കിട്ടിയിട്ടില്ല, അറിയാതെ കിട്ടിയതാണ്. അപ്പം ഇനി ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. കാരണം വലിയൊരു മോശം ഇവിടെ കാണുന്നില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ വന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് അമ്മായി നമുക്ക് തിരിച്ചു പോയ റൂട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ എഡ്ജ് ഓഫ് വേൾഡിലേക്കുള്ള വഴി കണക്റ്റഡ് ആയിട്ടില്ല. ആ വഴി നോക്കുമ്പോൾ വലിയൊരു സീനില്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. ഫ്രണ്ടിക്ക് വന്ന സമയത്ത് ഇത് ഇവിടെ ഫാമിലി ക്യാമ്പിങ്ങിന് സെറ്റാക്കിയിട്ടുണ്ട്. എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷേ നമ്മളിപ്പോൾ ആ റൂട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലാണ് ഈ ഒരു ഫാമിലി ഇവിടെ ക്യാമ്പിങ്ങിന് വണ്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി. ഇവിടെ ഇവന്മാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടില്ല. ഒരു രക്ഷയില്ലാത്ത പൊളി ഏരിയ. എപ്പോഴും കുറേ എത്രങ്ങാനും നേരെ ഫുഡ് കഴിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വണ്ടിക്ക് കയറിയതാ. കയറി പോകാനുള്ള റൂട്ട് കിടക്കണ്. നമ്മൾ കയറി വന്ന റൂട്ട് അതിൽ. കാരണം ഇത് ഭയങ്കര കുത്തനുള്ളൊരു ഇറക്കാം. അപ്പം നമ്മളിവിടെ റോഡ് കുറച്ച് സീനാട്ടില്ലേ. അപ്പം നമ്മൾ ഇറങ്ങി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങോട്ട് ഇറക്കണ്ട, ഇങ്ങോട്ട് കുറച്ചിനും പോരെ. മതി, ഫുൾ അടിച്ചോ. എന്നാൽ നീ എടുത്തോ. ഇല്ലല്ലോ, കിട്ടും. തിരിച്ചോ. ബാ മെല്ലെ ഒന്നുകൂടി വാ. ഇറങ്ങുണ്ടോ? കിട്ടും. ഒരു കല്ലുമ്മേണ്. മെല്ലെ മെല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം നല്ല റൂട്ടിലേക്ക് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ ഇങ്ങനെ കയറും. റൂട്ട് നല്ല രസമുണ്ട്. ഈ ഏരിയ റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. വന്ന സമയത്ത് നമ്മൾ വേറൊരു മലയാളി ഫാമിലി ഉണ്ടെങ്കിലും ഖത്തർ തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ ചില സ്ഥലങ്ങൾ ഭയങ്കര കുണ്ടുണ്ട്. ആ കുണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ട് ചെക്ക് ചെയ്യണം. കാരണം കല്ല് ചെറുതായിട്ടുണ്ട്. അപ്പോൾ കല്ല് അടിക്കുമോ എന്നുള്ളത് നമ്മൾ നന്നായി ചെക്ക് ചെയ്യും. നമ്മൾ പോകണ മുന്നിലെ റോഡൊക്കെ നിങ്ങൾ മറ്റേ പണ്ടത്തെ ചിത്രം വരക്കൂലേ, അതിലില്ല റോഡ് പോലെ അല്ലേ. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റൂട്ടിൽ ബൈക്ക് വരുന്നുണ്ട്. ഒരു ബൈക്ക് നല്ല ലൂക്കിലാ ചെങ്ങായി വരുന്നുണ്ട്, നല്ലൊരു ഫ്രെയിം. ഏതാ ഏരിയ, നല്ലൊരു അടിപൊളി ഏരിയ. അതിലാ ചെങ്ങായി ഓനൊക്കെ ഒരു വൈബേ, അടിപൊളി വൈബ്. പോണോ കാണിയോ.
സൂര്യേട്ടൻ താന്ന് ഏകദേശം താഴത്തേക്ക് എത്താനായിട്ടില്ല. അവിടെ പോയി ഇങ്ങോട്ട് ഒരു 4 പിക്കെങ്കിലും അടിക്കണം ട്ടാണ് ഇതിൻ്റെ മുമ്പ്. കിട്ടുന്നതിൻ്റെ പ്രതീക്ഷ ഉണ്ട്. നമ്മൾ പോരുന്ന വഴിയാണല്ലോ ഈ ഒരു വഴിയൊക്കെയാണ് ഈ കണ്ട ലോങ്ങെന്നൊക്കെ നമ്മൾ വന്ന് ഫ്രണ്ടിലെത്തുമ്പോൾ ആ സൂര്യൻ നിൽക്കണം നിൽപ്പോ കാണി ഒരു വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇത് ജിമ്മിന് ചെയ്തിട്ടില്ല, ഇതേ പോണ ഒരു ജിമ്മിന് ഇവിടെ ഒരു ടാസ്ക് വഴി ഉണ്ട് ഇട്ടില്ല. അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. ഇങ്ങോട്ട് പിടിച്ചോട്ടോ, പ്രശ്നമല്ല. ഇങ്ങോട്ട് പിടിച്ചോ. വാ നേരെ ഇറക്കിക്കോ. നേരെ ഒന്നോ കറക്കല്ലേ. ഒരു പൊടിക്ക് ബാക്കൊക്കെ ഇടാൻ പറ്റുമോ? നിനക്ക് അത് തട്ടിയില്ല. നിനക്ക് ഒരു കാര്യം, ഒന്നൊരു റിവേഴ്സ് അടി. ഒരു മിനിറ്റ്, ഒന്നുകൂടി പോട്ടെ, കുറച്ചുകൂടി. അതിട്ട് പൊടിക്ക് കയറി കഴിഞ്ഞാൽ ടയർ അവിടെ നിന്ന് കയറും. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മൾ എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഒരു ഇത് കണ്ടിട്ടില്ല, ഒരു അറ്റം കണ്ട്. കാരണം കുറേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ഏകദേശം എടുത്തെത്തി. ഏകദേശം 5 മിനിറ്റൊക്കെ കാണുന്നത്. ഇതേ കണ്ട് എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ എൻഡ് കണ്ട്. ഒരുപാട് വണ്ടി ഇട്ടിവിടെ. ഇവിടെയുണ്ട് വണ്ടി, കുറച്ച് അപ്പുറത്തുണ്ട് കുറച്ച് വണ്ടി. ഓൻ പോന്നോട്ടെ എന്നാ. ചങ്ങായി പോന്നോട്ടെ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി റോഡിൽ നോക്കാണ്, ഏരിയ നോക്കാണ്, ഏതാ സെറ്റ്. അടിപൊളി വൈബിളിൽ ഇങ്ങോട്ട് നോക്കാണ്. എത്ര ഹൈറ്റിൽ നമ്മൾ നിൽക്കണത്. കേട്ടോ, റിസ്ക് എടുക്കണ്ട. എല്ലാവരും ഇരിക്കി. അത്യാവശ്യം നല്ല കയറ്റാണ്ടിട്ടില്ലേ ഇത്. എന്നിട്ട് റൈറ്റിക്ക് നോക്കാണ് നിങ്ങൾ. ഓരോ വണ്ടി കയറി വരുന്നേക്കാണ്. ഇവിടെ നമുക്ക് അതേപോലെ നേരത്തെ കണ്ട അതേപോലെ ഒരു ഹൈറ്റ് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവസാനം എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ എത്തിയിട്ടില്ല. ഒരുപാട് നമ്മൾ തട്ടിത്തിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ തട്ടിത്തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊള്ളി ലൊക്കേഷൻ ഇട്ടില്ല. ഒരു രക്ഷയില്ല. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അതേപോലെ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല. നോക്കട്ടെ, ഇരുട്ടായപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാക്സിമം ഫോട്ടോ എടുക്കാമെന്ന് രീതിയിൽ വന്നത് ഏതായാലും മുതലാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വണ്ടി നമ്മൾ വന്ന വഴി കണ്ടിട്ടില്ല. ഈ കാണുന്ന ഈ വഴി എന്താ നോക്കാൻ നിങ്ങൾ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തെറിക്കാട്ടില് ഈ ഏരിയയിൽ തെറിക്കാൻ നല്ല തണുപ്പുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. അപ്പം ഇനി ഫ്രണ്ടിലേക്ക് പോയി ഫ്രണ്ടിൽ കൊണ്ട് വീഡിയോ ഇപ്പോൾ കൂടുതൽ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഇരുട്ടാണ്. എഡ്ജ് ഓഫ് ദ വേൾഡ് മൊത്തം കറങ്ങി വണ്ടി തിരിച്ചെത്തിയപ്പോൾ വണ്ടി ഒരു പരിവായിട്ടുള്ള ഫുള്ള് ചളി ആകെ പൊടി ഇതുമായിട്ടുള്ള. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോ തിരിച്ചിറങ്ങുന്ന വീഡിയോ ഒന്നും എല്ലാം എടുത്തിട്ടുണ്ടായില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് വന്ന് റെസ്റ്റോറൻറ്റ് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഈ കാണുന്ന ഷവർമ ഹൗസ്, അത് ഇന്നലെ കണ്ടുവച്ചതാണിത്, ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ കാണാതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമായിട്ട്. ഇതിൻ്റെ ലുക്ക് നോക്കുകയാണ് നിങ്ങൾ, ഭയങ്കര ലുക്കായിട്ടില്ല. ഇരിക്കാനും തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ രാവിലെ 11 മണിക്ക് കഴിച്ച ഫുഡും പിന്നെ പോണേക്ക് വാങ്ങിച്ച ഫ്രൂട്ട്സ് പറഞ്ഞ് ആകെ ഉണ്ടായിരുന്നു. പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കാൻ നിന്നിട്ടില്ല. ഈ നാളെ മുതൽ നമ്മൾ റിയാദിന് അടുത്ത ഏരിയകളൊക്കെ കവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഈ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.